പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും പുളിയും വെച്ചിട്ടുള്ള ഒരു കറിയല്ല കേട്ടോ, ഒരു അച്ചാറൊക്കെ പോലെ നല്ല സ്വാദുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു കറി കേട്ടോ. നമ്മളൊരു പച്ചടിയൊക്കെ കൂട്ടില്ല, അതുപോലെ കൂട്ടാൻ പറ്റും. അത് നമ്മൾ പുളിയും തക്കാളിയും, ഞാൻ 2 തക്കാളിക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാട്ടോ എടുത്തത്. തക്കാളി കൂട്ടിയെടുക്കുമ്പോൾ പുളിയൊക്കെ നമ്മൾ കൂട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് നമുക്ക് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉലുവ വറുത്ത് മാറ്റി വെക്കാം. അതേപോലെ 1 സ്പൂണിൽ കടുകും കൂടെ വറുത്തെടുത്തിട്ട് ഇതിൽ നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രം വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ നമുക്ക് വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഞാൻ ഒന്നേ ചേർത്തിയുള്ളൂ കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്തി കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തി കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ മുറിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നല്ല നമുക്കൊരു പുളിയും കറി അച്ചാറൊക്കെ കൂട്ടുന്ന മാതിരി കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തി കൊടുക്കാം. നമ്മളതിലേക്ക് ചേർത്ത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയും കടുകും പൊടിച്ച് വെച്ചില്ലേ, അത് നന്നായി പൊടിയണ്ട, ഒരു തരിയോടുകൂടി പൊടിഞ്ഞാൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോൾ തീയപ്പോൾ സിമ്മിലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു കൂട്ടും. അതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തി കൊടുക്കാം. സിമ്മിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളിയും പുളിയും കൂടെ ചേർത്തി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല തക്കാളിപ്പുളി റെഡിയായി കഴിഞ്ഞു കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.